ബീജിംഗിൽ നടന്ന ഒരു ഉച്ചകോടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും മുഖാമുഖം നിൽക്കുന്നു. പെട്ടെന്ന് ട്രംപിനെ നോക്കി ഷീ ഒരു ചോദ്യം ചോദിച്ചു. വളരെ സാധാരണമായ ഒരു ചോദ്യമായിരുന്നില്ല അത്, മറിച്ച് 2500 വർഷം പഴക്കമുള്ള ഒരു ചരിത്ര പാഠമായിരുന്നു. തുസിഡിഡീസ് കെണി അഥവാ തുസിഡിഡീസ് ട്രാപ്പ് മറികടന്ന് പുതിയൊരു ബന്ധം സ്ഥാപിക്കാൻ നമുക്കാകുമോ എന്നായിരുന്നു ഷീയുടെ ചോദ്യം. പതിവ് ശൈലിയിൽ എല്ലാം ഗംഭീരമായിരിക്കും എന്ന് ട്രംപ് വളരെ ലാഘവത്തോടെ മറുപടി നൽകിയെങ്കിലും ഷീ എറിഞ്ഞത് വലിയൊരു നയതന്ത്ര ബോംബായിരുന്നു. എന്താണ് ഈ തുസിഡിഡീസ് കെണി എന്നല്ലേ? വഴിയെ പറയാം. ലോകത്തെ രണ്ട് വൻ ശക്തികൾ തമ്മിൽ വരാനിരിക്കുന്ന വലിയൊരു പോരാട്ടത്തിന്റെ സൂചനയായിരുന്നു ഇതെന്നാണ് പലരും പറയുന്നത്. ഈ ചോദ്യം വെറുമൊരു നയതന്ത്ര സംസാരമായിരുന്നില്ല. അമേരിക്കയ്ക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു വൻ ശക്തിയായി തങ്ങൾ മാറിയെന്ന ചൈനയുടെ ഉറച്ച പ്രഖ്യാപനമായിരുന്നു അത്. പ്രത്യേകിച്ച് തായ്വാൻ വിഷയത്തിൽ തായ്വാന്റെ സ്വാതന്ത്ര്യവും സമാധാനവും തീയും വെള്ളവും പോലെയാണ് എന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കില്ല, രണ്ടിൽ ഒന്നേ നടക്കുള്ളൂ എന്ന്. തായ്വാന് സ്വാതന്ത്ര്യമാണ് വേണ്ടതെങ്കിൽ അവരെ സമാധാനമായി ജീവിക്കാൻ വിടില്ല എന്ന് തന്നെയാണ് ചൈന ആവർത്തിച്ച് പറയുന്നത്. തായ്വാന് അമേരിക്ക ആയുധങ്ങൾ വിൽക്കാനോ ഇടപെടാനോ ശ്രമിച്ചാൽ അത് യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഷീ നൽകിയത്. ഒരു 10-20 വർഷം മുൻപുള്ളതുപോലെ ഏതെങ്കിലും വളർന്നു വരുന്നൊരു രാജ്യമല്ല ഇന്നത്തെ ചൈന. ലക്ഷ്യസ്ഥാനത്തെത്തിയ ഒരു ലോകശക്തിയാണ് അവർ. ഇലക്ട്രിക് വാഹനങ്ങൾ, ബാറ്ററികൾ, ഹരിത സാങ്കേതിക വിദ്യ എന്നിവയിലൊക്കെ അവർ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്തു കഴിഞ്ഞു. അമേരിക്കയുടെ വ്യാപാര ഉപരോധങ്ങളെയും തീരുവകളെയും ഒക്കെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് നന്നായി അറിയാമെന്ന് അവർ അമേരിക്കയെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി എന്താണ് ഷീ ജിൻപിങ് ട്രംപിനോട് സൂചിപ്പിച്ച ഈ തുസിഡിഡീസ് കെണി എന്ന് നോക്കാം. പുരാതന ഗ്രീസിലാണ് ഇതിന്റെ തുടക്കം. ഗ്രീക്ക് ചരിത്രകാരനായിരുന്ന തുസിഡിഡീസ് ഏഥൻസും സ്പാർട്ടയും തമ്മിലുണ്ടായ യുദ്ധത്തെക്കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട്. അതിവേഗം വളരുന്ന ഒരു പുതിയ ശക്തി നിലവിലുള്ള ഒരു വലിയ ശക്തിക്ക് ഭീഷണിയാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അതിനെയാണ് തുസിഡിഡീസ് കെണി എന്ന് വിളിക്കുന്നത്. ഹാർവർഡ് സർവകലാശാലയിൽ രാഷ്ട്രതന്ത്രജ്ഞനായ ഗ്രഹാം ആലിസൺ നടത്തിയ പഠനമനുസരിച്ച് കഴിഞ്ഞ 500 വർഷത്തിനിടെ 16 തവണ ഇത്തരം സാഹചര്യങ്ങൾ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ 12 തവണയും അത് അവസാനിച്ചത് വലിയ യുദ്ധങ്ങളിലാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് മുൻപ് ബ്രിട്ടന് ജർമ്മനി ഉയർത്തിയ ഭീഷണി ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. ഇന്നത്തെ ആഗോളക്രമത്തിൽ ഈ ചരിത്രത്തിന് വലിയ പ്രസക്തിയുണ്ട്. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ എന്നിവയുടെ കയറ്റുമതിയിൽ അമേരിക്ക നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ മറുവശത്ത് ചൈന പുതിയ വ്യാപാര സഖ്യങ്ങൾ ഉണ്ടാക്കുകയാണ്. നിലവിലുള്ള വൻ ശക്തിയായ അമേരിക്കയ്ക്ക് തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ട്. മറുവശത്ത് പുതിയതായി ഉയർന്നു വന്ന ചൈനയ്ക്ക് തങ്ങളുടെ കരുത്തിലുള്ള അമിത ആത്മവിശ്വാസവുമുണ്ട്. ഈ ഒരു മാനസികാവസ്ഥ വളരെ അപകടകരമാണ്. ചെറിയൊരു സൈനിക അബദ്ധമോ തെറ്റിദ്ധാരണയോ മതി ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കാത്ത, ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാൻ. ഇതാണ് ഷീ ജിൻപിങ് പറഞ്ഞ തുസിഡിഡീസ് കെണി. ഈ കെണി മറികടന്ന് അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒരു ബന്ധം സാധ്യമാണോ എന്ന സത്യസന്ധമായ ചോദ്യമാണ് ഷീ ട്രംപിനോട് ചോദിച്ചത്. എല്ലാം ഗംഭീരമായിരിക്കും എന്ന് ട്രംപ് മറുപടി പറഞ്ഞപ്പോൾ അത് തുസിഡിഡീസ് കെണി എന്താണെന്ന് ശരിക്കും അദ്ദേഹം ഗ്രഹിച്ചിട്ടാണോ പറഞ്ഞതെന്ന കാര്യത്തിൽ നല്ല സംശയമുണ്ട്. തൽക്കാലത്തേക്ക് ചില നിബന്ധനകൾ പരസ്പരം അംഗീകരിച്ച് കൈകൊടുത്ത് പിരിയാമെങ്കിലും നമ്മൾ തമ്മിൽ ഒരു യുദ്ധം അനിവാര്യമാണോ എന്നാണ് ഷീ ട്രംപിനോട് ചോദിച്ചതിന്റെ അന്തരാർത്ഥം. അങ്ങനെ ഭയപ്പെടേണ്ടതില്ല എന്ന് നമുക്ക് കരുതാം. ഈ ചരിത്രപരമായ കെണിയെക്കുറിച്ച് രണ്ട് നേതാക്കൾക്കും നല്ല ബോധ്യമുണ്ട് എന്നും അതുകൊണ്ട് അവർ അത് ഒഴിവാക്കാനുള്ള ആദ്യപടിയിലേക്ക് കടക്കുമെന്നും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പഴയതുപോലെ പരസ്പരം തകർക്കാൻ ശ്രമിക്കാതെ ഒരു പുതിയ സഹവർത്തിത്വത്തിന് അമേരിക്കയും ചൈനയും തയ്യാറാകേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യയിലും വ്യാപാരത്തിലും അവർ തമ്മിലുള്ള കടുത്ത മത്സരം ഇനിയും തുടരും. എന്നാൽ അതൊരു യുദ്ധത്തിലേക്ക് വഴിമാറാതിരിക്കാൻ ശീതയുദ്ധകാലത്തെ ചർച്ചകളുടെ മാതൃകയിൽ കൃത്യമായിട്ടുള്ള ചില അതിർവരമ്പുകൾ നിശ്ചയിക്കുക മാത്രമാണ് ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക പോംവഴി. ഇരു കൂട്ടരും ഒരുപോലെ പാലിക്കുന്ന അതിർവരമ്പുകൾ. തന്നോളം വളർന്നെത്താറായ ചൈനയെ താനെന്ന് വിളിക്കാൻ അമേരിക്ക പഠിക്കേണ്ടിയിരിക്കുന്നു. ആഗോള സമാധാനം ഇനി ആശ്രയിച്ചിരിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളുടെയും വിവേകത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ അതിലൊട്ടും തന്നെ അതിശയോക്തിയില്ല. ന്യൂസ് ഡെസ്ക് കേരളം.